എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വെള്ളക്കടല കൊണ്ട് ഒരു കറി ഉണ്ടാക്കി കാണിക്കാൻ പോവുകയാണ്. ഞാനിത് ഇന്നലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. ഈ കറി നമുക്ക് ദോശയുടെയും ഇഡ്ഡലിയുടെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഒരു കറിയാണ്. ഇനി ഈ കറി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. വെള്ളക്കടല 300 ഗ്രാം, സവോള 2 ചെറുതായി അരിഞ്ഞത്, തക്കാളി 1 നീളത്തിൽ അരിഞ്ഞത്, വെളുത്തുള്ളി 5-6 അല്ലികൾ ചെറുതായി അരിഞ്ഞത്, എണ്ണ 6 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, പച്ചമുളക് 2, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കൊത്തിയരിഞ്ഞത്, കസ്കസ് 1/2 ടീസ്പൂൺ, ബിരിയാണി ഇല 1, പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ, ഏലക്ക 1, വെള്ളം ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്. ആദ്യം നമുക്ക് ഈ കടലയൊന്ന് വേവിച്ചെടുക്കണം. കടല കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പ്, വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 2 പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇത് നന്നായിട്ട് മൂടി വെച്ചിട്ട് ആവി വന്നതിന് ശേഷം വെയിറ്റ് കൊടുക്കണേ. ആദ്യത്തെ വിസിൽ വന്നു കഴിയുമ്പോൾ തീ വളരെ കുറച്ചിട്ടിട്ട് 10 മിനിറ്റ് വേവിച്ചാൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കടല നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കടല എടുത്ത് ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. കടലയുടെ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 ഏലക്കയും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കണ്ടില്ലേ, ഇത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചീനിച്ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടായതും നമുക്കതിലേക്ക് 4 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതും കസകസ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായി നല്ല മണം വരുമ്പോൾ നമുക്കതിലേക്ക് സവാള അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വേഗം വഴന്ന് വരാനായിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്കിതിലേക്ക് ഒരു ബിരിയാണി ഇല കൂടി ഇട്ട് കൊടുക്കാം. സവാള ഒരുവിധം ഒന്ന് വഴന്ന് വന്നതും നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റണം. മസാലയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറിയതും നമുക്കിതിലേക്ക് കടല വേവിച്ചത് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതും കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് കടല അരച്ചതും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരത്തേക്ക് കൂടി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കറിയിൽ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കണേ. ഇപ്പം നമുക്കിത് ഇറക്കി വെച്ചിട്ട് ഇതിലേക്ക് കടുകും കറിവേപ്പിലയൊക്കെ ഒന്ന് വറുത്തിടാം. ഞാനിവിടെ ഒരു ചീനിച്ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടായതും നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതും 1/2 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതും ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്കിത് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കറിയൊന്നും ഉണ്ടാക്കി നോക്കണേ.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.